സ്റ്റേഡിയത്തിൽ കളി കാണാൻ വേണ്ടിയിട്ട് ബാഗും പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഇന്ന് ടി വി കണ്ടാൽ പോരെ, എന്തിനാടാ കാശും മുടക്കി ഈ സ്റ്റേഡിയത്തിൽ പോയി കാണുന്നത്? അങ്ങനെയുള്ളവർക്ക്, വല്ലപ്പോഴും മാത്രം കളി കാണുന്നവർക്ക്, സമയം പോക്കിന് വേണ്ടി മാത്രം കളി കാണുന്നവർക്ക് അത് മതിയാകും. പക്ഷേ ഇന്ത്യയുടെ കളി കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന നമ്മളെപ്പോലെ ക്രിക്കറ്റ് പ്രാന്തന്മാർക്ക് അത് പോരാ. ലൈഫിൽ ഒരിക്കലെങ്കിലും സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണണം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ടി വിയിലിരുന്ന് നമുക്ക് കാണാം, ശരിയാണ്. ടി വിയിലിരുന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഷോട്ട്സും ക്ലോസ് ആയിട്ട് കാണാം. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിന് അത്രയും നമ്മൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്രയും ഒരു ഗുമ്മ് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടി വി കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആവുന്ന പ്ലെയേഴ്സ് അല്ലേ, നമ്മൾ അറിയാതെ ആരാധിച്ചു പോകുന്ന പ്ലെയേഴ്സ്, അവർ നമ്മുടെ കൺമുമ്പിൽ വന്ന് ഇന്ന് കളിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിം ക്രിക്കറ്റ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഒരു വേറെ ലെവൽ. അത് എത്ര പറഞ്ഞാലും, അത് എത്ര വാക്കാൽ എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു അനുഭൂതി മനസ്സിലാവത്തില്ല. അത് അവിടെ വരണം, സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണണം, ലൈവായിട്ട് ഇരുന്ന് കാണണം. എങ്കിലേ അതിൻ്റെ ഒരു രസം മനസ്സിലാവത്തുള്ളൂ. ഇന്നലത്തെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, ടോസ് ടൈമിൽ സൂര്യകുമാർ യാദവ് ഡോണ്ട് വറി ട്രിവാൻഡ്രം, സഞ്ജു ഇസ് ഇൻ ദി 11 എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആരവം, 40,000 ആളുകൾ ഒരേപോലെ സഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ചീർ ചെയ്തപ്പോൾ അന്നേരം ഉണ്ടായൊരു അനുഭൂതി. അതുപോലെ തന്നെ തിരിച്ച് തേർഡ് മാനിൽ സഞ്ജു ക്യാച്ച് ഔട്ടായി പോകുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പലതവണ കമൻട്രിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വലിയ പ്ലെയർ ഔട്ടാകുമ്പോൾ നമ്മൾ പലതവണ രവിശാസ്ത്രിയുടെ ഒക്കെ വായിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പിൻ ഡ്രോപ്പ് സൈലൻസ് ഇൻ ദി സ്റ്റേഡിയം എന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ തോന്നുന്നതൊക്കെ എക്സാഗ്രേഷനല്ലേ, ഇത്ര ആളുകൾ, പിന്നെ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ വയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ഒക്കെ വരുന്നത്? പക്ഷെ അത് സത്യമാണെന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാനത് കണ്ടു. ശരിക്കും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ആ ഒരു എഡ്ജ് എടുത്ത് തേർഡ് മാനിൽ ക്യാച്ച് ഫിനിഷായ മൊമെൻറ്റിൽ 40,000 ആളുകൾ ഒച്ച വെച്ചുകൊണ്ടിരുന്ന ആ 40,000 ആളുകളുടെ വാ ഒരുപോലെ അടഞ്ഞുപോയി. അക്ഷരാർത്ഥത്തിൽ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അതൊരു 2-3 ഓവർ അതിങ്ങനെ പിന്തുടർന്നു. പിന്നീട് ആളുകൾ അതിൽ നിന്ന് റിക്കവർ ആയി. പക്ഷേ സ്റ്റിൽ എന്താ പറയുക, സഞ്ജുവിനെ കാണാൻ വേണ്ടി വന്ന് ഇന്ത്യ ജയിച്ചെങ്കിലും ആൾക്കാരൊരു 80% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ടി വിയിൽ സോഫ സെറ്റിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് സ്റ്റേഡിയത്തിൽ വന്ന് തന്നെ കണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഈ കളി. ഇപ്പോൾ കാശ് കൊടുത്ത്, ശരിയാണ്, കോസ്റ്റ്ലിയാണ്, പിന്നെ 2,000 രൂപയുടെയും 1,500 രൂപയുടെ ടിക്കറ്റും പിന്നെ അതിന് മേളിൽ പിന്നെ 4,000-ൻ്റെ ടിക്കറ്റ്സ് ഉണ്ട്. അത്രയും കാശ് കൊടുത്ത് പോകുമ്പോൾ അതിലൊരു കാര്യം ഗ്യാരണ്ടിയാണ്, അത് മുതലാണ്. അതൊരിക്കലും നിങ്ങൾക്കത് ഇൻ കേസ് ഫുൾ മാച്ച് നടക്കുകയാണെങ്കിൽ, മാച്ച് അടക്കി വെച്ച് വാഷൗട്ട് ഇപ്പോൾ റെയിൻ കാരണം എന്തെങ്കിലും വാഷൗട്ട് ഇപ്പോൾ ആണെങ്കിൽ ഓക്കെ, അത് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പക്ഷേ ഫുൾ മാച്ച് നടക്കുകയാണെങ്കിൽ അത് വേറെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് എൻ്റെ റിസൾട്ട്, അതിപ്പോൾ ഇന്ത്യ ജയിച്ചാലും ഇല്ലെങ്കിലും ആദ്യമായിട്ട് സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്ന ഒരാൾക്ക് അതൊരു വേറെ എക്സ്പീരിയൻസ്, വേറൊരു ലോകമാണത്. അത് സത്യാവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ ഇത്രയും സന്തോഷം നമുക്ക് സ്റ്റേഡിയത്തിൽ വന്ന് കിട്ടിയാലും ഇതൊരു നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്ന അത്രയും കേക്ക് വാക്ക് അല്ല കേട്ടോ. പിന്നെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്നത്, അത് ഞാൻ ഉള്ള ഫാക്റ്റായിട്ട് എന്ന് പറയുകയാണ്. നമുക്ക് കുറച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്റ്റേഡിയത്തിൽ കളി കാണുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ട്രിവാൻഡ്രത്ത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ഇന്ത്യ ശ്രീലങ്ക പിന്നെ 1 ഡേ മാച്ച് വന്നായിരുന്നു ഫൈനൽ. അതായത് വിരാട് കോഹ്ലി 140 അടിച്ച ഒരു കളി, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ആ കളി കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്നത്. ബാഗ് എവിടെ വെക്കണമെന്നറിയില്ല, ബാഗ് കയറ്റില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അപ്പുറത്ത് കാര്യമായിട്ടും ക്യാമ്പസിൽ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ബാഗും കൊണ്ടാണ് കയറിയത്. പക്ഷേ അവർ കയറ്റിച്ചില്ല. എന്നാൽ അവിടെ ക്ലോക്ക് റൂമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല താനും. അവിടെ ഉണ്ടായിരുന്നത് ആകെപ്പാടെ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൽ എല്ലാവരും തൂക്കിയിട്ടേക്കായിരുന്നു ബാഗ്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട്ട് നിന്ന് വന്നായിരുന്നു. അപ്പം അവനും
ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ ബാഗ് അവിടെ തൂക്കിയിട്ടു ചെന്ന് കളി കണ്ടു. ലൈഫിൽ കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ ഒരു ദിവസം കിട്ടിയത്. അത്രയ്ക്ക് നല്ലൊരു കളി കണ്ടു. നമ്മുടെ ഗ്രേറ്റ് വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബാഗില്ല. തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് ബാഗില്ല. ഇത് നമ്മൾ പരാതിപ്പെട്ടു, പോലീസ് അടുത്തേക്ക് പരാതിപ്പെട്ടു, KCL ഓഫീസിൽ ചെന്ന് പരാതിപ്പെട്ടു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു നോക്കി, ഇത് നമ്മുടെ എൻ്റെ തന്നെ മണ്ടത്തരമാണ്. പിന്നെ ടിക്കറ്റ് എടുത്ത സമയത്തൊന്നും നോക്കിയില്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ മണ്ടത്തരമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, അതായിരുന്നു സത്യാവസ്ഥ. അപ്പോൾ ഈ പ്രാവശ്യം പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ തവണ കളി കാണാനായിട്ട് പിന്നെ പോയത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറ്റരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കളി കാണാൻ പോയത്. അവിടെ ചെന്നപ്പോൾ കാര്യമായിട്ടും ക്യാമ്പസിലെ പാർക്കിംഗ് ഉള്ളൂ, പിന്നെ LNCPയിലെ പാർക്കിംഗ് ഉള്ളൂ. ആക്ച്വലി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പിന്നെ പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവർ ആ 7 അയലത്ത് വണ്ടി അടുപ്പിക്കത്തില്ല. ആകെ 2 വീലേഴ്സിന് മാത്രമേ ഉള്ളൂ അവിടെ എൻട്രി. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പിന്നെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ പാർക്കിങ്ങും പിന്നെ LNCPയിലെ പാർക്കിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തിരുന്നത് നമ്മുടെ ലുലു മോളിൻ്റെ അടുത്താണ് റൂം എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ലുലു മോൾ എന്തായാലും റൂം എടുത്ത് പിന്നെ അവിടെ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഉണ്ട്, അവിടെ ഇട്ടിട്ട് ഊബർ വിളിച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ KCAയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കാര്യവട്ടത്തോട്ട് പോകുന്ന റോഡിലോട്ട് പിന്നെ ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ പിന്നെ പ്രവേശിപ്പിക്കൂ എന്ന് പറയും. നിങ്ങൾ ആലോചിക്കണം, കഴക്കൂട്ടം പിന്നെ ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിലോട്ടും. അത് ചുമ്മാ നിരപ്പായിട്ട് കിടക്കുന്ന റോഡല്ല, സ്റ്റീപ്പ് റോഡാണ്, കയറി വേണം പോകാൻ. പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഒരു കാര്യം ചെയ്യും, കാർ അവിടെ ഇട്ടിട്ട് ഊബറിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഊബറിന് പോയി കഴക്കൂട്ടം സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്ക് പോലീസ് അങ്ങോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല. ടിക്കറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും പോലീസ് അങ്ങോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല. എന്താ അറിയില്ല. അപ്പം അവിടുന്ന് പിന്നെ ഞങ്ങൾ നടന്നു വേണം പോകാനായിട്ട്, കാര്യവട്ടം സ്റ്റേഡിയത്തിലോട്ട് നടന്നു വേണം പോകാൻ. ഞാൻ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ ഉണ്ട്, സ്റ്റീപ്പാണ്, കയറി വേണം പോകാൻ. എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് എടുത്താണ് ഞാൻ പോയത്. അതുപോലെ ഫ്രണ്ടിലെ പ്രായമായിട്ടുള്ളവർ വരെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് എന്ന് പറയുന്ന റിലീജിയനാണ് ഇന്ത്യയിൽ. അത് കാണാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരികളും മാത്രമല്ല വരുന്നത്, അല്ലേ? അപ്പം പിന്നെ ഫാമിലി വരും, പ്രായമായിട്ടുള്ളവർ വരും, അവരെല്ലാം വരും. അവരെങ്ങനെ എത്തും അവിടെ? അതിനവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയെ ആശ്രയിക്കണം, ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് KSRTCയെ ആശ്രയിക്കുക എന്നാണ്. എന്തിനതൊക്കെ അറിയാമല്ലോ, ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷേ അതുപോലെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്ത് 2000-3000-ൻ്റെയൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ പിന്നെ അവിടെ എത്തിയത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ പിന്നെ അത്രയും ആൾക്കാർ ഇങ്ങനെ നടന്നു പോവുകയാണ്. 1.5 കിലോമീറ്റർ നടന്നു പോവുകയാണ്, നട്ട വെയിലത്ത് നടന്നു പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾക്കിപ്പം ഫിസിക്കൽ ടിക്കറ്റ് ഉള്ളവരാണ് അപ്പോൾ ഇങ്ങനെ നടക്കുന്നത്? അറിയത്തില്ല. അതിനോട് ചോദിച്ചപ്പോൾ ചെറുക്കൻ പറഞ്ഞു അകത്തോട്ട് കയറാൻ പറ്റുമോ. അത് എവിടുന്ന് ഫിസിക്കൽ ടിക്കറ്റ് കിട്ടുന്ന? എന്തെങ്കിലുമൊക്കെ സംഘടന വഴിയോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. ഫോട്ടോയിൽ കാണാൻ പറ്റും. പിന്നെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ക്യൂവോ ബാരിക്കേഡ് വെച്ചിട്ട് ഒരു ക്യൂ സിസ്റ്റമോ ഒന്നുമില്ല. അതായത് ഈ നമ്മൾ ശബരിമല ഒരു വട്ടമെങ്കിലും ശബരിമല പോയിട്ടുള്ളവർക്ക്, നല്ല സീസൺ ടൈമിൽ ശബരിമല പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ 18-ാം പടിയിലോട്ട് എത്തും. 18-ാം പടിയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് കയറുന്നത് നമുക്ക് ഓർമ്മ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങ് എത്തി, ആരൊക്കെയോ തള്ളി എങ്ങനെയൊക്കെയോ നമ്മളങ്ങ് മുകളിലെത്തി. അതാണ് ഇവിടെ നടന്നത്. ആ ഒരു ക്രൗഡിൻ്റെ നടുക്കോട്ടെത്തി, ഒരു ക്യൂ ഇല്ല, ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് അങ്ങ് എത്തി, അത്രയേ ഉള്ളൂ. അതെങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല എങ്ങനെ ആ ഒരു എൻട്രൻസിലോട്ട് എത്തിയെന്ന്. അപ്പോൾ ഇതാണ് ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ഓർഗനൈസിങ് രീതിയാണ് പിന്നെ ഇവരുടേത്.
അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ തള്ളി കയറ്റി ഞങ്ങൾ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. പിന്നെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തി. അപ്പം ബാഗിനകത്ത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിക്കറ്റിൻ്റെ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമുക്ക് എടുക്കാം എന്നുണ്ടായിരുന്നു അവർക്ക്. അപ്പം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് റസ്ക് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവർ ചെക്ക് ചെയ്തവർ പിന്നെ ഔട്ട്സൈഡ് ഫുഡ് ഇവിടെ അലൗഡ് അല്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ആട്ടെ ഉപേക്ഷിച്ചിട്ട് അകത്ത് കയറി പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വിശക്കാൻ തുടങ്ങി, കുഞ്ഞ് കരയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബിസ്ക്കറ്റോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട്. സഞ്ജു ഔട്ടായതുകൊണ്ടാണ് കേട്ടോ. സഞ്ജു ഔട്ടായിട്ടില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നേനെ. എന്നാലും പിന്നെ അപ്പോൾ അത് ഞാൻ പോയി ചെന്ന് എന്തെങ്കിലും കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒന്നുമില്ല. ഐസ്ക്രീമും പിന്നെ മറ്റു കാര്യങ്ങളും അല്ലാതെ പിന്നെ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് അല്ലാതെ ഒന്നുമില്ല. കൊച്ചിന് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ബിസ്ക്കറ്റോ ചോക്ലേറ്റ് പോലും ഇല്ല അവിടെ. അപ്പം ഞാനവിടെ പിന്നെ ഐസ്ക്രീം കൗണ്ടറിൽ ചോദിച്ചു, ഇവിടെ കുഞ്ഞിന് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അത് കിട്ടില്ല, അത് അപ്പുറത്തെ ഏതോ ഗേറ്റിലാണ്. ഞാൻ ചോദിച്ചു ഏത് ഗേറ്റിലാണ്, അത് അവർക്കറിയില്ല. അഥവാ ഗേറ്റിലോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഗേറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കണം. എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് കയറ്റത്തുമില്ല. അങ്ങനെ ഉണ്ട് പ്രശ്നം. എന്തെങ്കിലും ആട്ടെ. എന്നാൽ പാല് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കണം, 20 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെള്ളത്തിന് 150 രൂപയാണ് എന്നോട് മേടിച്ചത്. ആദ്യം അവൻ 150 രൂപ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരുത്തൻ വന്ന് 200 പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് റേസായിട്ട് പറഞ്ഞു, പിന്നെ മറ്റവൻ എൻ്റെ അടുത്ത് 150 ആണല്ലോ, എന്നാൽ 150. നമുക്ക് വേറെ വഴിയില്ല അവിടെ. അല്ലെങ്കിൽ നമ്മളവിടെ വെള്ളം നമുക്ക് പുറത്തു നിന്നുള്ള വെള്ളം പോലും അവർ കയറ്റത്തില്ല. വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് നമ്മൾ ആകെ പ്രശ്നവും. 150 150 ഒരു 20 രൂപയുടെ ബോട്ടിൽ 150 രൂപ മേടിച്ചിട്ട് 150 രൂപ കൊടുത്തിട്ടാണ് ഞാൻ കുഞ്ഞിനെ കലക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ടത് കയറിയത്. നിങ്ങൾ ആലോചിക്കണം എന്ത് കൊള്ളയാണ് നടത്തുന്നതെന്ന്. നമ്മൾ ഇത്രയും ടിക്കറ്റ് ഇത്രയും ഹൈ പ്രൈസ് കൊടുത്ത് കയറിയിട്ട് എന്ത് കൊള്ളയാണ് നടത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പിന്നെ ഒരു പടത്തിനകത്ത് പറയത്തില്ലേ, ഇവിടെ നോട്ട് നിരോധിക്കും, വേണ്ടി വന്നാൽ വോട്ട് നിരോധിക്കും, ചോദിക്കാനൊരു പട്ടിയില്ല എന്നുള്ളത്. അത് സത്യാവസ്ഥയാണ്. ഇവിടെ അങ്ങനെയാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് വേണ്ടിയിട്ടൊന്നും പ്രതികരിക്കാനൊന്നും ആരുമില്ല അല്ലേ. അപ്പം അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് കളി കണ്ട് പല പ്ലേയേഴ്സിനെ കണ്ടു. പിന്നെ എല്ലാവരെയും ഹായൊക്കെ കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഈ സ്റ്റേഡിയം ഫുള്ള് കളി കണ്ടിട്ട് ഒരുമിച്ചാണ് ആളുകൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ തിരിച്ചിനി എത്തണമല്ലോ. ഞങ്ങൾക്ക് ലുലുവിൻ്റെ അവിടെയാണ് ഞങ്ങൾ കാർ ഇട്ടേക്കുന്ന ഹോട്ടലിലാണ് കാർ ഇട്ടേക്കുന്നത്. അപ്പോൾ തിരിച്ചെത്തണമല്ലോ. അപ്പം ഊബർ അവിടെയും ഊബറും വരത്തില്ല, ഓട്ടോയും വരത്തില്ല, പോലീസുകാർ അടുപ്പിക്കുന്നില്ല. അവർ KSRTC അല്ലാതെ മറ്റൊരു വാഹനവും അവിടോട്ട് അടുപ്പിക്കുന്നില്ല. ബൈക്കുള്ളവർ കയറി പോകുന്നുണ്ട്. അതല്ലാതെ ഫാമിലിയായിട്ട് വന്ന ആരും ഞങ്ങൾ നേരത്തെ കണ്ട അതേ ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നടന്ന് അവർ പാവങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഞാനിങ്ങനെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട്, ഞാനും വൈഫും മാറി കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. 1.5 കിലോമീറ്ററോളം. എന്ത് ചെയ്യാനാ? അങ്ങനെ 1.5 കിലോമീറ്ററിൽ രാത്രിയിൽ വിശന്ന് വലഞ്ഞ് കഴക്കൂട്ടം ജംഗ്ഷനിലെത്തി. അവിടെ എത്തിയൊരു ഊബർ വിളിക്കാനുമ്പോൾ അവിടെയില്ല. ഓട്ടോക്കാർ ഒറ്റൊരാൾ കൈ കാണിച്ചാൽ നിർത്തത്തില്ല. ഊബർ എടുക്കത്തുമില്ല. ഊബർ പിന്നെ നിയറസ്റ്റ് ആയിട്ടൊരു ഓട്ടോയോ കാറോ ഒന്നുമില്ല. അതാണ് പിന്നെ നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുമ്പോഴുള്ള അവസ്ഥ. ഇതിനൊക്കെ ആരാ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. KCA ആണോ അതോ പോലീസാണോ എന്താണ് അറിയില്ല. അവിടെ എന്താണ് നടക്കുന്നത്. എന്തായാലും ഇത്രയും കാശ് കൊടുത്ത് ടിക്കറ്റ് മേടിച്ചിട്ട് കളി കാണാൻ വരുന്നത് കളിയോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ കളിയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മാക്സിമം നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് പിന്നെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മാനേജ്മെൻ്റ് ആയാലും KCA ആയാലും പോലീസായാലും ആരായാലും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, സ്റ്റേഡിയത്തിനകത്ത് ഇവരുടെ സെക്യൂരിറ്റി സ്റ്റാഫ്സ് ഉണ്ട്. അവർ നല്ല പെരുമാറ്റമാണ്. അവർ നമ്മളോട് നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ആരും ഒരു മോശമായിട്ടുള്ള പെരുമാറ്റവും ഒന്നുമില്ല. കുഞ്ഞിന് ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം സെക്യൂരിറ്റി സ്റ്റാഫിൽ ഒരാളുടെ ഒരു കുഴക്കട്ട ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പയ്യനോട് ചോദിച്ചു, മോനെ ഇത് എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവൻ ആരോ കൊണ്ട് തന്നെയാണ് അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടൻ വെച്ചോ കുഞ്ഞിന് കൊടുത്തോ എന്ന് പറഞ്ഞു. മോനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് താങ്ക്സ് കേട്ടോ. ആ സമയത്ത് കുഞ്ഞിന് വിശപ്പ് അന്നേരം അടങ്ങിയത് ആ ഒരു ഇതുകൊണ്ടായിരുന്നു.
സോ താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ് മോനെ. പിന്നെ അപ്പം അതാണ് അവസ്ഥ. നമുക്ക് കളിയോടുള്ള ഭ്രാന്ത് കൊണ്ട് നമ്മൾ വീണ്ടും പോവും, അത് സത്യാവസ്ഥയാണ്. ഇനിയിപ്പോൾ IPL ഒക്കെ വരാൻ പോകുന്നു എന്നൊക്കെ നമ്മളവിടെ കേൾക്കുന്നുണ്ട്, അറിയില്ല, ചിലപ്പം പിന്നെ നമ്മളൊന്ന് പോവും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രഗിൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് തരും, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. പിന്നെ ക്രിക്കറ്റ് ലൈവായിട്ട് നമ്മൾ ലൈവായിട്ട് സ്റ്റേഡിയത്തിൽ പോയി ക്രിക്കറ്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള സ്ട്രഗിൾസ് ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് ടൈം കളി കാണാൻ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ വലഞ്ഞു പോവും, അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ റിയാലിറ്റി, അതാണ് ഒരു മാച്ചിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയുക. പിന്നെ ആ ലൈക്ക് ബട്ടണിലും ഷെയർ ബട്ടണിലും ഒന്ന് ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്.